ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബീസ്റ്റ് മോഡായിട്ടുള്ള ഒരു 3 പെർഫ്യൂം ഞാൻ പരിചയപ്പെടുത്തിത്തരാം. അതും എക്സ് ബി പെർഫ്യൂമിൻ്റെ ഹുലൂദ് സീരീസിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 3 ഇറങ്ങിയിട്ടുള്ളൂ. ആ ഒരു 3 സീരീസിലെ 3 പെർഫ്യൂമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ 2 എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂമാണെന്ന് വെച്ചാൽ ഇറ്റ്സ് പ്രൊജക്റ്റ് വെൽ, ഇറ്റ്സ് ലാസ്റ്റ് ലോങ്, ഇറ്റ്സ് ഗെറ്റ് കോംപ്ലിമെൻറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 2 ഉണ്ട്. പിന്നെ മറ്റൊന്ന് മൂന്നാമത്തത്, അത് സംഭവം നല്ല ലാസ്റ്റിംഗ് ഉണ്ട്, നല്ല പ്രൊജക്ഷൻ ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് അറിയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്മെല്ലാണ്. പക്ഷേ എന്നിരുന്നാലും സംഭവം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പക്കയാണ്. അപ്പോൾ അത് ഞാൻ വല്ലാതെ അങ്ങോട്ട് പറയുന്നില്ല. പക്ഷേ മറ്റ് 2 ഇറ്റ്സ് സൂപ്പർ, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. ദിസ് ഇസ് മീ ഷാഹിദ്, വെൽക്കം ബാക്ക് ടു ഷാഹിദി സെൻ റിവ്യൂസ്. ഓക്കെ, ഇന്ന് എൻ്റെ കയ്യിലുള്ളത് എക്സ് ബി പെർഫ്യൂമിൻ്റെ ഹുലൂദ് സീരീസിൽ വരുന്ന ഒരു 3 പെർഫ്യൂമാണ്. ഇതിന് ഏകദേശം 200 ദിർഹംസ് വരുന്നുണ്ട്. 80 ml ആണ് വരുന്നത്. എക്സ്ട്രാ ഡി പെർഫ്യൂമാണ് വരുന്നത്. മാത്രമല്ല ഈ പെർഫ്യൂമിൻ്റെ പിന്നിലുള്ള പെർഫ്യൂമർ ആളിറക്കിയിട്ടുള്ള പെർഫ്യൂംസും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു പെർഫ്യൂം ഇറക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറായിട്ട് അദ്ദേഹം ഇറക്കിയിട്ടുള്ള വേൾഡ് ഹിറ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു പെർഫ്യൂമർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ 3 പെർഫ്യൂം. ഓക്കെ, അപ്പോൾ ഈ എക്സ് ബി പെർഫ്യൂം എന്നുള്ള ജസ്റ്റ് ഞാൻ അറിയാത്തവരാണെങ്കിൽ ഒരു ഇൻട്രോ തന്നതാണ്. ഓക്കെ, അവരങ്ങനെ പെർഫ്യൂമറെ പേരും കൊടുത്ത് പേരും ഇതൊക്കെ എഴുതിയിട്ട് അങ്ങനെ പോപ്പുലാരിറ്റി ആഗ്രഹിക്കാത്ത ടീമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള പെർഫ്യൂമർ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 3 ദിസ് വൺ. ഓക്കെ, ജസ്റ്റ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ അവരുടെ ഹുലൂദ് വൺ. യെസ്, ദിസ് ഈസ് ഹുലൂദ് വൺ. ഓക്കെ, ഇതൊരു ആയിട്ടുള്ള ലക്ഷറി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഹുലൂദ് വൺ. ഇതിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലായിരിക്കും ഇതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. മാത്രമല്ല ഈ ഒരു പാക്കിംഗ് ഉണ്ടല്ലോ, ഇത് ഫുള്ളൊരു ലെതർ കോട്ട്, ലെതർ അല്ലെങ്കിൽ നല്ലൊരു കുഷനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ലെതർ വെൽവറ്റി ടൈപ്പ്. ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് അറിയില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലെതർ ടൈപ്പ് പാക്കിംഗ് ആട്ടോ. അതൊക്കെ അടിപൊളി പാക്കിംഗ് ആണ്. ഓപ്പൺ ചെയ്താൽ ഇതാ, ഓക്കെ, ഇങ്ങനെയാണ് പെർഫ്യൂം വരുന്നത്. ഓക്കെ, നല്ല ക്രിസ്റ്റൽ ടൈപ്പ് ബോട്ടിലാണ്, കണ്ടില്ലേ, ഇതുപോലത്തെ ക്രിസ്റ്റൽ ടൈപ്പ് ബോട്ടിലാണ്. ഇതാണ് ഹുലൂദ് നമ്പർ 1. ഓക്കെ, അടിപൊളി സ്മെല്ലാണത്. ഇത് ലൈറ്റ് ഫ്രാഗ്രൻസോ അല്ലെങ്കിൽ ഫ്രൂട്ടി ഫ്രഷ് അറബിക് ടൈപ്പോ അങ്ങനെയല്ല. അതൊരു നീഷ് ലെവൽ വരുന്ന നല്ല ലക്ഷറി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ്. ബേസ്റ്റ് മോഡാണ്. ദ സെക്കൻഡ് വൺ അവരുടെ ഹുലൂദ് നമ്പർ 2. ഓക്കെ, ഇതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ സെയിം ആണ്, ബോട്ടിലൊക്കെ സെയിം ആണ്. ഓക്കെ, ഒരു സീരീസ് വരുമ്പോൾ അങ്ങനെ ആയിരിക്കും, എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ ഫ്രാഗ്രൻസ് മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ വരുന്നത്. സെയിം ബോട്ടിലാണ്. ഹുലൂദ് നമ്പർ 2, ഹുലൂദ് 2. ഓക്കെ, അവിടെ കിടക്കട്ടെ. ദിസ് വൺ ഇതവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്, ഹുലൂദ് തബാക്ക്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ദുബായിൽ നിന്ന് ദുബായിൽ നിന്ന് ഞാനിത് അടിച്ച സമയത്തൊക്കെ 2 ദിവസം ഷർട്ടിലൊക്കെ സ്മെല്ല് അങ്ങനെ കിടന്നിട്ടുണ്ട്. ഇതങ്ങനെ ലാസ്റ്റ് ചെയ്യും, നല്ല പ്രൊജക്ഷനും കിട്ടും. ഇതിന് സെൻ പ്രൊഫൈലൊക്കെ ആ ഒരു ടൈപ്പാണ് വരുന്നത്. ഓക്കെ, ഇതും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഹുലൂദ് തബാക്ക്. ഇത് ഞാൻ തീരെ യൂസ് ചെയ്തിട്ടില്ല, നാട്ടിൽ വന്നതിന് ശേഷം യൂസ് ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ ഒരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അതവിടെ മാറ്റി വെച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് എക്സ് പി പെർഫ്യൂമിൻ്റെ ഹുലൂദ് സീരീസ്. ഓക്കെ, ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളതാണ് ഹുലൂദ് 1, സെക്കൻഡ് ഹുലൂദ് തബാക്ക്, തേർഡ് ഹുലൂദ് നമ്പർ 2. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സെൻ പ്രൊഫൈൽ വരുന്നൊരു പെർഫ്യൂം ആണെങ്കിലും, കാരണം ഇതിൻ്റെ കുറേ ആൾട്ടർനേറ്റീവും ഒറിജിനലൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഇത് ടിസ്റ്റാണെങ്കിലും പക്ഷേ നമുക്കതിൻ്റെ ഒരു സെയിം ഫ്രാഗ്രൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ടിസ്റ്റൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇത് ലാസ്റ്റിംഗ് ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇമ്പീരിയൽ വാലിൻ്റെ ഒരു ടിസ്റ്റാണ് ഇത്. ഓക്കെ, ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്, പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഇമ്പീരിയൽ വാലിൻ്റെ സാധനമൊക്കെ ഉപയോഗിച്ച് പക്ഷെ മടുത്തിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാട്ടോ. നല്ലൊരു ഊത് ലെതർ, ഒരു പൈനാപ്പിൾ ടൈപ്പ്, ഒരു ഫ്രൂട്ടി വാട്ടറി ബഹോറി ടൈപ്പ് ഒരു ഫ്രാഗ്രൻസ് ആണ് ദിസ് വൺ. ഇറ്റ്സ് സൂപ്പർ വൺ. ചുരുക്കി പറഞ്ഞാൽ ലെതറിൻ്റെയും ഊതിൻ്റെയും റോസിൻ്റെയും ഒരു ഫ്രൂട്ടി കോമ്പിനേഷനാണ് ഹുലൂദ്
നമ്പർ 2 വരുന്നത്, ഹുലൂദ് 2 വരുന്നത്. അതാണ് ഇമ്പീരിയൽ വാലിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ. ഇതിൽ അവർ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ട്വിസ്റ്റ് ആണെങ്കിലും ഇമ്പീരിയൽ വാലാണ് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇങ്ങോട്ട് മാറ്റിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 2 പെർഫ്യൂം, അത് വീണ് കഴിഞ്ഞാൽ പൊട്ടുട്ട, എനിക്കിഷ്ടപ്പെട്ടുള്ള 2 പെർഫ്യൂം ഇവിടെ വെക്കാം. ഓക്കെ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത്. ഹുലൂദ് നമ്പർ 1, ഹുലൂദ് തബാക്ക്. രണ്ടും 200 ദിർഹംസ് വരുന്നുണ്ട്. പൈസക്കുള്ള മുതലുണ്ട്. ഓക്കെ, കൊടുത്ത പൈസക്കുള്ള പണി ഇവർ 2 പേരെടുക്കും. ഇവർ 2 പേരല്ല, ഇവർ 3 പേരെടുക്കുന്നുണ്ട്. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അറിയുന്ന പോപ്പുലറായിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചതാണ്. മാറ്റി വെച്ചെന്ന് കരുതിയിട്ട് ലാസ്റ്റിംഗ് ഇല്ല, പ്രൊജക്ഷൻ ഇല്ല എന്നതിൻ്റെ ബേസിലല്ല, അറിയുന്ന ഫെമിലിയർ ആയിട്ടുള്ള സ്മെല്ലാണ്. അതുകൊണ്ട് മാത്രം മാറ്റി വെച്ചാണ്. ഞാൻ ഉപയോഗിക്കാറുണ്ട്, ലാസ്റ്റിംഗ് ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയപ്പെടുത്തുമ്പോൾ സംതിങ് യുണീക്ക്, സംതിങ് ഇൻട്രസ്റ്റിംഗ്, സംതിങ് ഫിനോമിനലായിട്ടുള്ള സാധനങ്ങൾ പരിചയപ്പെടുത്തണം. അതുകൊണ്ടാണ് ഞാനതങ്ങനെ മാറ്റി വെച്ചത്. ഓക്കെ, ഇത് വീണ് കഴിഞ്ഞാൽ പോയി. ഓക്കെ, ഇത് ഹുലൂദ് നമ്പർ 1, ഇത് ഹുലൂദ് തബാക്ക്. ഹുലൂദ് നമ്പർ 1 വരുന്നത് ഇത് ഏതിൻ്റെ ടിസ്റ്റാണോ ഏതിൻ്റെ ടൈക്കാണോ എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അത്രയ്ക്കും ഒരു വെറൈറ്റി യുണീക്ക് റിച്ച് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. ഓക്കെ, ഇതിൽ ബർഗമോട്ട് വരുന്നുണ്ട്, ലാവൻഡർ വരുന്നുണ്ട്, അതുപോലെ ഒരു സ്ട്രോബെറി, വെനില, തേമി, അതുപോലെ സാൻഡൽവുഡ്, ഊത്, ആംബർ, സാഫ്രോണ്, പിന്നെ അഗർവുഡ്, സാഫ്രോണ്, ലെതർ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി റിച്ച് ഫ്രാഗ്രൻസ് ആണ്. ഇത് സമ്മറിൽ ഉപയോഗിക്കാം, വിൻ്ററിലൊക്കെ ഉപയോഗിക്കാം. സമ്മറിലൊക്കെ നല്ല പെർഫോമൻസ് ആയിരിക്കും ഈ സാധനം. ഓക്കെ, ഞാൻ 72-74 അവേഴ്സൊക്കെ ലാസ്റ്റിംഗ്, 72 അവേഴ്സൊക്കെ ലാസ്റ്റിംഗ് കിട്ടിയെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ ഒരു മൺസൂൺ ടൈപ്പ് ക്ലൈമറ്റിൽ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് അത്ര കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ ക്ലോത്തിൽ സ്മെല്ല് അങ്ങനെ കിടക്കും. എസ്പെഷ്യലി ഒരു ബനിയൻ ടൈപ്പ് ക്ലോത്തൊക്കെ അടിക്കുകയാണെങ്കിൽ സ്മെല്ല് അവിടെ കിടക്കും. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ്. മാത്രമല്ല കോൺസെൻട്രേഷൻ, എക്സ്ട്രാ ഡീപ്പ് പെർഫ്യൂമാണ് വരുന്നത്. നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്. ഇറ്റ്സ് ബീസ്റ്റിംഗ്. എന്ന് വെച്ചാൽ ഇതൊരു 4 ഫീറ്റിലൊക്കെ ഫസ്റ്റത്തെ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സൂപ്പർ പ്രൊജക്ഷനാണ്. സമ്മറൊക്കെ ആണെങ്കിൽ ഇനി ദുബായിത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എനിക്കറിയില്ല കേട്ടോ. ദുബായിൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ 48 hours ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇനി വിൻ്റർ അല്ലെങ്കിൽ ഇൻഡോറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. 24 hours ഒക്കെ മിനിമം കിട്ടും. ഓക്കെ, ഇത് ലൈറ്റ് ഫ്രാഗ്രൻസ് അല്ല, ഫ്രഷ് ഫ്രാഗ്രൻസ് അല്ല, ഫ്രൂട്ടി, ഊത് അങ്ങനത്തെ അല്ല. ഇതൊരു നീഷ് ടൈപ്പ്, വളരെ ലെതർ ബേസ്ഡ് എന്ന് പറയാൻ പറ്റും. ലെതറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു റിച്ച് ലക്ഷറി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഹുലൂദ് നമ്പർ 1. ഓക്കെ, ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്, പ്രൊജക്ഷൻ എല്ലാം എല്ലാം പക്കയായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ലൈറ്റോ മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളവരൊന്നും ട്രൈ ചെയ്യരുത്, എനിക്കതാ പറയാനുള്ളത്. അതുപോലെ ഫ്രഷ് ഫ്രാഗ്രൻസ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്, ലൈറ്റ് ഫ്രാഗ്രൻസ്, അവരൊന്നും ഇത് ട്രൈ ചെയ്യരുത്. ഓക്കെ, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിച്ച് മൂഡാണ് ഈ സാധനം, ഹുലൂദ് നമ്പർ 1. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, ദ സെക്കൻഡ് വൺ ഹുലൂദ് തബാക്ക്. ഹുലൂദ് തബാക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിലാണ്. ഓക്കെ, ഹുലൂദ് തബാക്ക് ക്രിസ്റ്റൽ ബോട്ടിൽ തന്നെ വരുന്ന സെയിം ബോട്ടിലാണ്. കാണുമ്പോൾ തന്നെ ഒരു റിച്ച് ലുക്ക് ഉണ്ട്. ഇത് വരുന്നത്, ഇതിൽ നോട്ട്സും കാര്യങ്ങളൊന്നും ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല. ഞാനത് നാട്ടിൽ വന്നതിന് ശേഷം സ്പ്രേ ചെയ്തിട്ടില്ല. ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഓർത്തോ പാരീസി മെഗാമറിൻ്റെ ബ്യൂട്ടിഫുൾ, അതിൽ ടൊബാക്കോ ഊതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കിട്ടില്ലൻ ടിസ്റ്റാണ് സാധനം. ഹുലൂദ് തബാക്ക്, ഐ ലവ്ഡ് ഇറ്റ്. ഭയങ്കര ഇഷ്ടമായി. ടൊബാക്കോ ആണെന്ന് തോന്നുന്നുണ്ട്, ടൊബാക്കോൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഞാനത് പഠിക്കുന്നില്ല. ഓക്കെ, ഇത് ലാസ്റ്റിങ്ങും പെർഫോമൻസൊക്കെ ഓർത്തോ പാരീസി പറഞ്ഞല്ലോ, ഏകദേശം 4 ദിവസമൊക്കെ അതിൻ്റെ സ്മെല്ല് ക്ലോത്തിൽ കിടക്കും. അതിൻ്റെ ഒരു DNA അങ്ങനെ വരുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ ടൊബാക്കോ ഊത് മിക്സ് ചെയ്തിട്ടുള്ള ടിസ്റ്റാണ്. ഊതും ടൊബാക്കോ വന്നു കഴിഞ്ഞാൽ ഈ വിൻ്ററിലൊക്കെ എത്ര ലാസ്റ്റിംഗ് കിട്ടുമെന്ന് എനിക്കെന്നെ അറിയില്ല. പക്ഷെ കിട്ടും. 24 hours ഒക്കെ മിനിമമാണ്. ഓക്കെ, 18 പക്കയായിട്ട് കിട്ടും. 24 hours കിട്ടാം, അതിലേറെ കിട്ടാൻ ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അടിപൊളി ഫ്രാഗ്രൻസാണ് ഇത് വരുന്നത്. നല്ലൊരു സാൾട്ടി, മെറൈൻ, മിനറിക്, അക്വാട്ടിക്, റെസ്റ്റി കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസിൽ ഊത് ടൊബാക്കോ ആഡ് ചെയ്തിട്ടില്ല. അതാണ് ഓർത്തോ പാരീസിൻ്റെ ഒരു സെയിം പ്രൊഫൈൽ വരുന്നത്. അതിൽ ടൊബാക്കോ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ഞാൻ നോക്കിയിട്ടില്ല. നോക്കിയതിന് ശേഷം ഞാൻ സെപ്പറേറ്റ് വീഡിയോ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് പിന്നെ നമ്മുടെ ഇമ്പീരിയൽ വാലി, ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്.
നല്ല പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്, നല്ല ലാസ്റ്റിങ് കിട്ടുന്നുണ്ട്. ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഊത്, ലെതർ, ഒരു ഫ്രൂട്ടി, ഒരു വാഡറി, ബഹോറി, അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഊതിൻ്റെയും ലെതറിൻ്റെയും ഒരു ഫ്രൂട്ടി ടെസ്റ്റ്, അതാണ് ഇമ്പീരിയൽ വാലിൻ്റെ ഒരു ഡയറക്ഷൻ, ഒരു നോട്ട്സ് വരുന്നത്. ഓക്കെ, ഇതിനെല്ലാം ഏകദേശം 200 ദിർഹംസ് വരുന്നുണ്ട്. പക്ഷെ പൈസക്കുള്ള മുതലുണ്ട്. ഈവൻ ഹുലൂദ് 2 ആയാലും പൈസക്കുള്ള മുതലുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫേവററ്റ് ലിസ്റ്റിൽ വന്ന ഇത് മൂന്നും എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു സെൻറ്റ് പ്രൊഫൈൽ വരുന്ന സാധനമാണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ മെഗാമര എൻ്റെ അടുത്തുണ്ട്. എനിക്കിഷ്ടപ്പെട്ട സ്മെല്ലാണ് മെഗാമര. പക്ഷേ മെഗാമരനെക്കാട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെൻറ്റ് പ്രൊഫൈലാണ് ഊതും ടൊബാക്കോ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ നമ്മുടെ ഇമ്പീരിയൽ വാലിൻ്റെ ടിസ്റ്റ് ആണെങ്കിലും ഞാൻ അത് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയപ്പെടുത്തുകയാണെങ്കിൽ സംതിങ് യുണീക്ക് ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള വെറൈറ്റി സാധനം പരിചയപ്പെടുത്തുന്ന കരുതിയിട്ടാണ് ഇതിന് രണ്ടിന് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. ഇത് മൂന്നും പൈസ വസൂൽ പെർഫോമൻസാണ്. കൊടുത്ത പൈസക്കുള്ള പണിയെടുക്കുന്നുണ്ട്. 200 ദിർഹംസ് ആണ്. ഇതിപ്പോൾ UAE കിട്ടും, ഖത്തറിൽ കിട്ടും തോന്നുന്നുണ്ട്. ഞാൻ ഏതായാലും XB പെർഫ്യൂമിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി താഴെ കൊടുക്കുന്നുണ്ട്, പോയി മെസ്സേജ് അയച്ചു നോക്കി. ഇതിലേതെങ്കിലും ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ബേസ്റ്റ് മോഡ് വെറൈറ്റി റിച്ച് ടൈപ്പ് ഫ്രാഗ്രൻസ് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ദിസ് ഹുലൂദ് സീരീസ്. ഇനി അഥവാ നിങ്ങൾക്ക് ബ്ലൈൻഡ് ബൈ പർച്ചേസ് ചെയ്യാൻ പേടിയാണെങ്കിൽ ഇവർക്ക് UAE ഏകദേശം 6-7 ഔട്ട്ലെറ്റ് ഉണ്ട്. ഔട്ട്ലെറ്റിൻ്റെ ഡീറ്റെയിൽസും ആണെങ്കിൽ ലൊക്കേഷൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. പോയി ഡയറക്റ്റ് പോയിട്ട് സ്മെല്ല് ചെയ്യുക, എന്നിട്ട് അടിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ട്രൈ ദിസ് വൺ.